സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുവാൻ പുളിത്തറ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി സെറാഫിൻ ടീച്ചർ ക്ഷണിക്കുന്നു. ഗുരുക്കന്മാരെ, എനിക്ക് ആദ്യമായിട്ട് അപ്പോയിൻമെന്റ് ഓർഡർ 93 അപ്പോയിൻമെന്റ് ഓർഡർ തന്ന അന്നത്തെ കോർപ്പറേറ്റ് മാനേജറായ സ്റ്റീഫൻ ജോസ് നല്ലശ്ശേരിയിട്ട് എൻലൈറ്റഡ് ബാച്ചിൽ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരെയും ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അസൂയ തോന്നുന്നു. കാരണം ഞാൻ 96 ഹൈസ്കൂളിൽ വരുന്നു, അധ്യാപികയായിട്ട് വരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന പേരാണ് ഐസക് സാർ. അതുപോലെ തന്നെ അവരുടെ ടീം മെമ്പേഴ്സ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളോളം ഐസക് സാറിനെയും ആ ടീം മെമ്പേഴ്സിനെയും ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇന്നും വിലമതിക്കുന്നതും പറയുന്നതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമാണ്. ആ ഒരു ബാച്ചിന്റെ ആ ഒരു എൻലൈറ്റൻ, അച്ഛൻ പറഞ്ഞ അതിന്റെ മീനിങ്, എൻലൈറ്റൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശം പരത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ ബസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് സമീപിക്കാതെ തന്നെ PTA മെമ്പേഴ്സ് വഴി സ്കൂളിൽ ബസ് മേടിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ആവശ്യം ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് അറിയുകയും അവര് സ്വയം മനസ്സാൽ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. അതെന്നും ഞാൻ ഓർക്കുന്നു. വളരെ സന്തോഷപൂർവ്വം പല വേദികളിലും ഞാൻ ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ PTA ജനറൽ ബോഡി മീറ്റിംഗിലും ഒക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നൊരു കുട്ടിക്ക് 100 രൂപ ബസ് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഒരു കുട്ടി രക്ഷകർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ആ രക്ഷകർത്താവ് എല്ലാ കുട്ടികളും 100 രൂപ കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു രക്ഷകർത്താവ് അത് PTA ജനറൽ ബോഡി ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ സ്കൂൾ ബസ് ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കുട്ടിയുടെ അടുത്തുനിന്ന് പൈസ മേടിക്കുന്നത്? അപ്പോൾ ഞാൻ